നമസ്കാരം. എന്റെ പേര് സംഗീത. ഞാൻ യുഎസ്എയിൽ നിന്നാണ്. എന്റെ അമ്മയുടെ അപ്രതീക്ഷിതമായ മരണത്തെക്കുറിച്ചാണ് എന്റെ ചോദ്യം. കഴിഞ്ഞ വർഷം 80 വയസ്സുള്ള അമ്മയും 86 വയസ്സുള്ള അച്ഛനും കുഫ്രി ഷിംലയിലേക്ക് അവധിക്കായി പോയിരുന്നു. വൈകിട്ട് അവിടെ എത്തിച്ചെത്തിയ ഉടനെ അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ആശുപത്രിയിലെത്തുന്നതിനു മുമ്പേ അവർ ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാം അത്യന്തം പെട്ടെന്നായിരുന്നു. അവർക്ക് മുൻപ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നേരിടുന്നത് ആ അപ്രതീക്ഷിതമായ നഷ്ടത്തിന്റെ ദുഃഖമാണ്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന് ഒരു ചോദ്യമുയരുന്നു. അമ്മയുടെ ഈ പെട്ടെന്നുള്ള മരണം ഭാഗ്യമായിരുന്നോ? അതോ അവരുടെ കർമ്മഫലമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ? കാരണം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ഒരു ദൈവിക ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഒരാൾ ഓക്സിജൻ സിലിണ്ടർ നൽകുകയോ അവർ സമയത്ത് ആശുപത്രിയിലെത്തുകയോ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? അങ്ങനെ ദൈവിക ഇടപെടലെന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ? അതോ ഇത് ഒരു വിധി മാത്രമാണോ? നമ്മളത് സ്വീകരിക്കേണ്ടതുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ദൈവികതയോ വിധിയോ ഇവിടെ വളരെ പ്രസക്തമായ വാക്കുകളല്ല. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഈ ഗ്ലാസ് നോക്ക്. ഇതിൽ ധാരാളം മോളിക്യൂളുകളുണ്ട്. ശരി, നമുക്ക് എക്സ് എന്ന് പേരുള്ള ഒരു പ്രത്യേക മൂലകം ഇവിടെ വളരെ വലിയ അളവിൽ തന്മാത്രകളുണ്ടെന്ന് പറയാം. ആ തന്മാത്രകളെല്ലാം സമാനമാണ്, വളരെയധികം സമാനമാണ്, അല്ലേ? എന്നിരുന്നാലും അവയുടെ വേഗത -∞ മുതൽ +∞ വരെ വ്യത്യാസപ്പെടുന്നു. ഒരേ കാര്യം തന്നെ. ആരുമില്ല എന്നല്ല, അത് ആരുമില്ല എന്നല്ല. ആരോ അവരോട് വ്യത്യസ്തമായി പെരുമാറാൻ നിർദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പതുക്കെയോ വേഗത്തിലോ നീങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നതുമല്ല. ഇത് വെറും യാദൃശ്ചികം മാത്രമാണ്. അതുകൊണ്ട് ഈ തന്മാത്രകളുടെ പ്രവേഗ വിതരണം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ഥിതിവിവര കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടി വരും. പക്ഷേ അത് നിങ്ങളെ ഒരുപക്ഷെ സഹായിച്ചേക്കാം. വളരെ വ്യാപകമായി കാണപ്പെടുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അവയെല്ലാം ഒരുപോലെയാണ്, അവ തമ്മിൽ വ്യത്യാസമില്ല. ശരി, ശരിയായ ക്യാമറ ഉടൻ തന്നെ അതിൽ ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ച ലഭിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ചില തന്മാത്രകൾ ഉണ്ടാകും. ഇതാണ് നമ്പർ. ഈ ആക്സിസ് വേഗതയെ പ്രതിനിധീകരിക്കുന്നതാണ്. ശരിയാണോ? അതെ, അതെ, ഒരു വ്യത്യാസവുമില്ല, ഒറ്റത്തരം തന്നെ. എങ്കിലും ചില മോളിക്യൂളുകൾക്ക് വളരെ കൂടുതലായ വേഗതയുണ്ടാകും. ആക്സിസ് അനന്തതയിലേക്ക് നീളുന്നു, എവിടെയും നിൽക്കുന്നില്ല. പക്ഷേ നാം അനന്തമെന്ന് പറയാതെ ഇതുവരെ എന്ന് പറയാം. ചില മോളിക്യൂളുകൾക്ക് ഒരേ ദിശയിലേക്കുള്ള വലിയ പോസിറ്റീവ് വേഗതയുണ്ടാകും. ചില മോളിക്യൂളുകൾക്ക് വലിയ നെഗറ്റീവ് വേഗതയും ഉണ്ടാകും. കാരണം ഇത് മോളിക്യൂളുകളുടെ എണ്ണം കാണിക്കുന്നതാണ്. അതിനാൽ ഭൂരിഭാഗം മോളിക്യൂളുകൾക്ക് ശരാശരി വേഗതയ്ക്കടുത്തായിരിക്കും വേഗത. ഇവയുടെ വേഗങ്ങൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും, കാരണം ഇവ ബൗണ്ടറി ആൻഡ് മോഷൻ എന്നു പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു വലിയ വേഗമുള്ള മോളിക്യൂൾ കുറച്ച് വേഗമുള്ള മറ്റൊരു മോളിക്യൂളിനെ തട്ടിയിടുമ്പോൾ അതിൻ്റെ മൂമെന്റം നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ വേഗം പെട്ടെന്ന് മാറും. ഇവ എല്ലാം ഇടയ്ക്കിടെ തമ്മിൽ ഇടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കേണ്ടത് ഇവ എല്ലാം ഒരുപോലെയാണെന്നതാണ്. ഇവയിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നിരുന്നാലും ഇവയുടെ വെലോസിറ്റിയിൽ വലിയൊരു വ്യത്യാസമുണ്ട്.
അവയെല്ലാം ഒരേപോലെയാണ്. അവരുടെ ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും അവരുടെ വേഗതയിൽ വലിയ വ്യത്യാസമുണ്ട്. പലരും ശരാശരി തരത്തിലുള്ള വേഗതയിലായിരിക്കും പോകുന്നത്. ഇപ്പോൾ വേഗത എന്ന പദം ജീവിതം കൊണ്ട് മാറ്റി നോക്കൂ. ഇവരൊക്കെ മനുഷ്യരാണ്. ഇവരിൽ പലർക്കും ശരാശരി ആയുസ് ഉണ്ടാകും. ഇന്ത്യയിൽ ശരാശരി ആയുസ് 60 മുതൽ 80 വരെ ആയിരിക്കും. വിദേശത്ത് അത് 70 മുതൽ 90 വരെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കാം. ചിലർക്കത് ശരാശരിയേക്കാൾ കൂടിയതായിരിക്കും. ചിലർക്ക് 20, 25, 30 ഉണ്ടാകും. ചിലർക്ക് 3 മാസം പ്രായമാകുമ്പോൾ മരിക്കാം. അവർ ഇവിടെ എവിടെയെങ്കിലും കിടക്കും. അതിനർത്ഥം ഒരാൾ ചെറുപ്പത്തിൽ മരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നോ മറ്റൊരാൾ ഒരു നാനോജനേറിയൻ ആകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നോ അല്ല. അത് വെറും ആകസ്മികതയാണ്. അതാണ് കാര്യമായത്. വെറും ആകസ്മികത. ആരുമില്ല. ദൈവീയ ഇടപെടലൊന്നുമില്ല. ദൈവീയ ഇടപെടൽ എന്നൊന്നുമില്ല. അവിടെയുണ്ട് പ്രകൃതി. പ്രകൃതിക്ക് ആരുടെയും ഇടപെടൽ സഹിക്കാനാകില്ല. അത് വെറുതെ സംഭവിച്ചതു മാത്രമാണ്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുമില്ല. അനിയന്ത്രിതത്വമാണ് കാരണം. യാദൃശ്ചികതയാണ് കാരണം. ഞാൻ ആദരവോടെ ഒരു തുടർചോദ്യം ചോദിക്കട്ടെ. പല യോഗികളും, ഇന്നത്തെ കാലത്തുള്ള ചില യോഗികളും പോലും പറയാറുണ്ട്, ഞങ്ങൾ ഹിമാലയങ്ങളിലേക്കൊക്കെ പോയി. അവിടെ ഞങ്ങളുടെ ഭൗതിക പദ്ധതികൾ പ്രകാരം കാര്യങ്ങൾ കുഴപ്പത്തിലാകേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ ആരോ വന്നു, എന്തെങ്കിലും ഒരു സംഭവം നടന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വിമാനം പിടിക്കാനോ ഓക്സിജൻ സിലിണ്ടർ കിട്ടാനോ സാധിച്ചു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് എന്റെ ചോദ്യത്തിന്റെ ഉള്ളടക്കം. എന്നാൽ എന്റെ അമ്മയുടെ കാര്യത്തിൽ അതെങ്ങനെ സംഭവിച്ചില്ല? ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമായ ചോദ്യമാകുന്നത് ഒരുപക്ഷെ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എങ്ങനെ വിശ്വസിക്കുന്നു എന്നതായിരിക്കും. ആർക്കും എന്തു വേണമെങ്കിലും പറയാം. ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ പരിധി വളരെ അനന്തമാണ്. എന്നാൽ വിവേചനാധികാരമുള്ള ഒരു മനുഷ്യനെന്ന നിലയിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ അറിയേണ്ടതുണ്ട്. എന്ത് വിശ്വാസ്യത നൽകണമെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. അതെ, നിങ്ങൾ പറയുന്നത് യാദൃച്ഛികതയെക്കുറിച്ചാണ്. അതെ, ഒരാൾ മരിക്കാനടുത്തിട്ടും അല്പം ജീവശക്തി കണ്ടെത്തുന്നതും സാധ്യമാണ്. പക്ഷേ അതൊരു മോളിക്യൂൾക്ക് ശൂന്യത്തിനടുത്ത വേഗതയുണ്ടായിരിക്കുമ്പോൾ മറ്റൊരു ഉയർന്ന വേഗതയുള്ള മോളിക്യൂൾ അതിനെ തട്ടി അതിന് വേഗത ലഭിക്കുന്നത് പോലെയാണ്. ഇതിൽ ദൈവിക ഇടപെടലൊന്നുമില്ല. വെറും യാദൃച്ഛികതയും സ്ഥിതിവിവരശാസ്ത്ര നിയമങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. മരണത്തെക്കുറിച്ച് വരുമ്പോൾ നമ്മൾ വളരെയധികം ദൈവിക ഇടപെടലുകളെക്കുറിച്ചും എന്തെങ്കിലും ബോധമുള്ള സങ്കല്പത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ബോധമുള്ള സത്തയെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. മരണത്തിന്റെ കാര്യം ലളിതമാക്കാൻ ജനനത്തിന്റെ കാര്യം നോക്കുക. ജനനത്തിൽ യാദൃച്ഛികതയ്ക്ക് പുറമെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒരു മുട്ടയെ ഫർട്ടിലൈസ് ചെയ്യാൻ മത്സരിക്കുന്ന സ്പെർമുകളുടെ എണ്ണം നോക്കൂ. ഒരു പ്രത്യേക ഒന്ന് വിജയിക്കുന്നു. അത് പ്രത്യേകമാണോ? ഇല്ല, അത് പ്രത്യേകമല്ല. ഈ ഒന്ന് ആദ്യം മുട്ടയിലെത്തി അതിൽ ബീജസങ്കലനം നടത്താൻ വിജയിച്ചത് യാദൃച്ഛികമായ ഒരു അവസരമായിരുന്നു. അത്തരം ദശലക്ഷക്കണക്കിന് കോശങ്ങൾ സ്ഖലനം ചെയ്യപ്പെടുന്നു. അവയെല്ലാം പാഴാകുന്നു. അവ താഴ്ന്നതോ കുറഞ്ഞ യോഗ്യതയുള്ളതോ ആയതുകൊണ്ടല്ല. വെറും യാദൃച്ഛികതയായതിനാൽ ബുദ്ധിമാന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഗൗരവമായി എടുക്കരുത്, കാരണം ഇതെല്ലാം വെറും യാദൃച്ഛികതയാണ്. വെറും യാദൃച്ഛികത. നിങ്ങൾ എന്തിനാണ് ഇതിനെ ഗൗരവമായി എടുക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ഉദാഹരണത്തിന്, എനിക്കിവിടെ റേഡിയോ ആക്റ്റീവ് മ്യൂട്ടേഷൻ എടുക്കാമായിരുന്നു. അവിടെ മുഴുവൻ കാര്യവും കൂടുതൽ സജീവമാകുമായിരുന്നു. കാരണം അപ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. അതേ പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിലും കാണപ്പെടുന്നത്. സാധാരണ വിതരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലായിടത്തും കാണപ്പെടുന്നതാണ്. പ്രകൃതിയിലെ എല്ലാത്തിലും ഈ ബെൽ ആകൃതിയിലുള്ള വളവ് കാണാം. നമുക്കിടയിൽ ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ്. പക്ഷേ ചിലർ അതിൽ നിന്ന് വ്യത്യസ്തരാണ്. അവരൊക്കെ പുറത്താണ്, ഇവിടെയും അവിടെയും എല്ലായിടത്തും. എന്നാൽ ശരാശരിയിൽ നിന്ന് നിങ്ങൾ എത്ര അധികം മാറുന്നുവോ അത്രയും അപൂർവനാണ് നിങ്ങൾ.
നിങ്ങൾക്ക് വേണ്ടത് അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ പറയുന്നത് അനിയന്ത്രിതത്വം തന്നെയാണ് സാധാരണമെന്നാണോ? അനിയന്ത്രിതത്വമോ? യാദൃച്ഛികത സാധാരണമാണ്. അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കേണ്ടത്. അതാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, നിങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതില്ല. ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കുക. തീർച്ചയായും, തീർച്ചയായും, അതെ. മറ്റൊരു ദൈവിക പദ്ധതി പ്രകാരം കാര്യങ്ങൾ നടക്കുന്നതുമല്ല. കാണുന്നില്ലേ? ശരി, അത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ശരി. നമ്മളെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിക്കാറുണ്ട്. മനുഷ്യരെ രണ്ടു തരമെന്ന്. ചിലർക്ക് സ്വയം വിശ്വാസമുണ്ടാകുന്നു. അവർ പറയുന്നു, ജീവിതം എൻ്റെ പ്ലാനിനനുസരിച്ചേ പോകൂ. പിന്നെ മറ്റു ചിലർ സറണ്ടർ ചെയ്യുന്നു. അവർ പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ജീവിതം നടക്കുന്നത്. പക്ഷേ ഈ രണ്ട് വിഭാഗവും ഒറ്റപോലെയാണ്. കാരണം ഇരുവരും ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരാൾ പറയുന്നു, എൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തെ നയിക്കും. മറ്റൊരാൾ പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തെ നയിക്കും. പക്ഷേ സത്യമെന്താണെന്നാൽ ആർക്കും യാതൊരു പദ്ധതിയുമില്ല. ജീവിതം നമുക്ക് തോന്നുന്ന പോലെ ഒരു പദ്ധതി അനുസരിച്ച് നടക്കുന്നതല്ല. ദൈവത്തിൻ്റെയോ മറ്റാരുടെയോ പ്ലാനുമില്ല നമ്മളെ ഓടിപ്പിക്കാൻ. യാതൊരു പദ്ധതിയില്ല. ഉള്ളത് വെറും അകാരണമായ സംഭവങ്ങളാണ്. പക്ഷേ ആ അകാരണത്വം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു, ക്ഷീണിപ്പിക്കുന്നു, കുഴപ്പത്തിലാക്കുന്നു. അത് വലിയൊരു അപമാനമായി തോന്നുന്നു. ആരോ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചു. അവൻ വന്നു, വെടിവെച്ചു. നമ്മൾ മരിച്ചുപോയി. നിങ്ങൾക്കിത് പറയാൻ കഴിയും. ഞാനൊരു ഇരയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് പറയുക. നിങ്ങൾക്ക് ഈ കഥ അല്പം മാന്യമായി വിവരിക്കാം. പക്ഷേ ഒരു വഴിതെറ്റിയ വെടിയുണ്ട വന്ന് നിങ്ങളെ തട്ടിയെടുക്കുകയും നിങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്താലോ? ഓ, ഈ മരണത്തിൽ ഒരു അന്തസ്സുമില്ല. ക്രമരഹിതമായ മരണം. ഏതോ ഒരു യാദൃച്ഛിക വ്യക്തി ഏതെങ്കിലും ദിശയിലേക്ക് വെടിയുതിർത്തു. വെടിയുണ്ട വന്ന് എന്നെയും തട്ടി ഞാൻ അപ്രത്യക്ഷനായി. അതാണ് മനുഷ്യജീവിതം. കാരണം ക്രമരഹിതമായത് നമ്മുടെ മാന്യതയ്ക്ക് അപമാനമാണ്. അതിനാൽ നമ്മളത് അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും അത് ഉദ്ദേശത്തോടെ ചെയ്തുവെന്ന് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആരും അത് ഉദ്ദേശത്തോടെ ചെയ്യുന്നില്ല. അത് വെറുതെ സംഭവിക്കുന്നു. അതാണ് എല്ലാ ആത്മീയതയും പറയുന്നത്. ആരും അത് ചെയ്യുന്നില്ല. അത് യാദൃച്ഛികമാണ്. അതിനാൽ ചെയ്യുന്നവൻ എന്നൊരാളില്ല. പക്ഷേ നാം ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു പദ്ധതി ചിന്തിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു പ്രവർത്തകനെയും നാം ചിന്തിക്കുന്നു. പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടേതായ അഹംഭാവത്തിൽ വിശ്വാസം കൂടുതൽ ശക്തമാക്കുകയാണ് നടക്കുന്നത്. കാരണം ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരാൾ ഉണ്ടാകണമല്ലേ? ആ വ്യക്തി ആരായിരിക്കും? അഹം. അതുകൊണ്ടാണ് നമുക്ക് അഹത്തെ വിശ്വസിക്കണമെന്നുണ്ട്. അതിനാൽ തന്നെ പദ്ധതിയിലേക്കും ആ പദ്ധതി ഉണ്ടാക്കിയവനിലേക്കും വിശ്വാസം വേണമെന്ന് തോന്നുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? എന്നാൽ എവിടെയും യാതൊരു പദ്ധതിയുമില്ല. എല്ലാം സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പോലുള്ള ഗുരുക്കന്മാർ പറയുന്നത്, ഇതിനെ ഗൗരവമായി എടുക്കേണ്ടതില്ല. അത്രയ്ക്ക് ഗൗരവമായി എടുക്കേണ്ടതില്ല. അതിൽ അമിതമായി പതറേണ്ടതുമില്ല. അതിലധികം ചായരുത്. അധികം പറ്റിപ്പിടിക്കരുത്. പ്രകൃതി നിങ്ങളുടെ ബന്ധനങ്ങൾ ശ്രദ്ധിക്കില്ല. പ്രകൃതിക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളോടോ വികാരങ്ങളോടോ മറ്റെന്തെങ്കിലുമോ ബഹുമാനമില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വികാരങ്ങൾ മുതലായവ നിങ്ങളുടേതല്ല. പ്രകൃതിക്ക് നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ വികാരങ്ങൾ അറിയാം. നിങ്ങളുടെ വികാരങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പ്രകൃതിക്കറിയാം. അവ എവിടെ നിന്നാണ് വരുന്നത്? പ്രകൃതി തന്നെ. പക്ഷേ നിങ്ങൾ അവളുടെ അടുത്ത് ചെന്ന് പറയും, നിങ്ങൾക്കറിയാമോ, ഇവ എന്റെ വികാരങ്ങളാണ്ടയോടെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. പ്രകൃതി പറയുന്നു, എന്ത്? നിങ്ങൾ വികാരങ്ങളെന്ന് വിളിക്കുന്നത് എന്റെ പ്രവർത്തനത്തിലെ യാദൃശ്ചികത മാത്രമാണ്. നിങ്ങളുടെ വികാരങ്ങളെന്ന് നിങ്ങൾ വിളിക്കുന്നത് ശരി, നിങ്ങൾ നിലവിലില്ല. അപ്പോൾ ഞാൻ എന്താണ് ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബഹുമാനിക്കാൻ ഒന്നുമില്ല. സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു വീഴുന്നത് പോലെയാണ് നമ്മൾ വരികയും പോകുകയും ചെയ്യുന്നത്. അവിടെ യാതൊരു തർക്കമോ തർക്കാനുയോജ്യമായ കാരണങ്ങളോ ഇല്ല. എന്നിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെക്കുറിച്ചാകുമ്പോൾ ആ മുഴുവൻ സംഭവവും ഒരവസാനത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതിനെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ അതെന്തിനാണ് സംഭവിക്കുന്നത് എന്നത് നമുക്കറിയേണ്ടതുണ്ട്.
നാം വരുന്നത് പോലെ തന്നെ നാം മരിക്കുന്നു, യാദൃച്ഛികമായി. അതിൽ പ്രത്യേകമായ ഒന്നുമില്ല. പക്ഷെ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഠിനമാണ്. പക്ഷേ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആ പാതയിലാണ്. നിങ്ങളുടെ സമയം അധികമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവസാനമായി ഞാൻ പറയും, കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ദുഃഖിതയാണ്. അത് വളരെ വിരോധാഭാസമാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ അനുഗ്രഹമായിരിക്കാം. നാളെ തിഥിപ്രകാരം അവരുടെ 1-ാം ചരമവാർഷികമാണ്. ഇന്ന് നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി. അതിനാൽ ഞാൻ നിങ്ങളോട് ശരിക്കും നന്ദിയുള്ളവനാണ്, ആചാര്യജി. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു, സാർ.